ആരാധന 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും. ഇപ്പം നമ്മൾ കണ്ട വചനമാണത്. അതായത് ജനക്കൂട്ടത്തെ മത്തായിയുടെ സുവിശേഷം 9:36 അല്ലേ, എന്താണ്? ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് അനുകമ്പ തോന്നി. എന്താ കാരണം? ആ ജനങ്ങളെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ട ആടുകളെ പോലെ പരിഭ്രാന്തരായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല, എങ്ങോട്ട് പോകണമെന്നറിയാൻ പാടില്ല. എപ്പോഴും വരും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല, എങ്ങോട്ട് പോകണമെന്നറിയാൻ പാടില്ല. അപ്പോഴേ പരിഭ്രാന്തി വരും. പിന്നെ എന്താണ് പരിഭ്രാന്തിയുടെ അവസാനം? എന്താ? നിസ്സഹായത. അപ്പോൾ മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷയമാണത്, പരിഭ്രാന്തതയും നിസ്സഹായതയും. നമുക്കൊക്കെ വരും ഇടക്കിടക്ക്. അതുകൊണ്ട് എന്താ ചെയ്യണത്? നമ്മൾ മർക്കോസ് 6:34 വായിക്കുമ്പോൾ എന്താണ് കർത്താവ് ചെയ്തതെന്ന് മനസ്സിലാകും. ഈ പരിഭ്രാന്തത മാറ്റാൻ, അതുപോലെ തന്നെ ഈ നിസ്സഹായത മാറ്റാൻ വേണ്ടി കർത്താവ് എന്താണ് ചെയ്തത്? അവൻ പല കാര്യങ്ങളും അവരെ പഠിപ്പിച്ചു. കണ്ട മർക്കോസിൻ്റെ സുവിശേഷം 6:34. അപ്പോൾ കർത്താവ് പഠിപ്പിക്കണത് എന്തിനാ? കർത്താവ് പഠിപ്പിക്കണത് എന്തിനാ? ഇപ്പം നമ്മൾ കോളേജിൽ പഠിക്കണവരുണ്ട്, പ്രൊഫഷണൽ കോഴ്സ് എടുക്കുന്നവരുണ്ട്. എന്തിനാ? ജോലി കിട്ടാൻ. എന്തിനാണ്? ജീവിക്കാൻ, അല്ലേ? 10 പൈസ സാലറി കിട്ടാൻ വേണ്ടിയാണ് എല്ലാവരും പഠിക്കുന്നത്. പക്ഷേ ബൈബിൾ പഠിക്കണേ എന്തിനാ? സാലറി കിട്ടാനില്ല. ബൈബിൾ പഠിക്കണേ എന്തിനാ? പരിഭ്രാന്തത മാറ്റാൻ, നിസ്സഹായത മാറ്റാൻ. അതാണ് പല കാര്യങ്ങളും അവനെ പഠിപ്പിച്ചു എന്ന് പറയണത്. അപ്പോൾ ബൈബിൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ വചനങ്ങൾ കേൾക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിലെ 9:36 അനുസരിച്ചുകൊണ്ട്, മർക്കോസിന്റെ സുവിശേഷത്തിലെ 6:34 അനുസരിച്ചുകൊണ്ട് കർത്താവേ എന്റെ ആകുലതകളെ, പരിഭ്രാന്തത മാറ്റി, എന്റെ നിസ്സഹായത മാറ്റി, അത് എന്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നൽകാനത് വചനമാണെങ്കിൽ ആ വചനം അതിനു വേണ്ടി പഠിക്കാനുള്ള ഉത്കർഷം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും നമ്മളെ മർക്കോസിന്റെ സുവിശേഷം കണ്ടില്ലേ? 6:34 കണ്ടില്ലേ? അതുപോലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം കണ്ടില്ലേ? 9:36 കണ്ടില്ലേ? എന്താണ്? പരിഭ്രാന്തത, നിസ്സഹായത. അതിനു വേണ്ടിയാണ് കർത്താവ് അവരെ പഠിപ്പിച്ചത്, വചനങ്ങൾ പഠിപ്പിച്ചത്. അപ്പോൾ വചനം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ദൈവത്തിൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിം നമ്മൾ അറിയണം. നമ്മുടെ പരിഭ്രാന്തത മാറാനും ഇടയൻ നഷ്ടപ്പെട്ടിട്ടില്ല, ഇടയൻ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം കിട്ടാൻ വേണ്ടിയാണ് വചനങ്ങൾ പഠിക്കുന്നത്. ഇപ്പോൾ വചനം ഇപ്പോൾ എന്താ കാര്യം വെച്ചാൽ, ഇടയൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് വരും? പരിഭ്രാന്തത മാത്രമല്ല വരണത്. ഇടയൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വരാൻ പോണത് എന്താണ്? ദൈവത്തിൻ്റെ ബോധ്യം നഷ്ടപ്പെട്ടാൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ, ദൈവം എന്നെ ഉപേക്ഷിച്ചെന്ന് ചിന്തിച്ചാൽ ഉണ്ടാകാൻ പോണത് എന്താണ്? മ്ലാനതയുണ്ടാവും. അതാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് പറ്റിയത്. മ്ലാനതയില്ല അവർക്ക്. ഇപ്പോൾ 24:17 അവർക്ക് മ്ലാനതയുണ്ടായി. ഇപ്പോൾ 9:36 അപ്പോസ്തലന്മാരെ ജനക്കൂട്ടത്തെ കണ്ടപ്പോഴേ കർത്താൻ അനുകമ്പ തോന്നാൻ കാര്യം അവർ പരിഭ്രാന്തര നിസ്സഹായരായിരുന്നു. ഈ പരിഭ്രാന്തയും നിസ്സഹായതയും തന്നെയാണ് ഈ മർക്കോസിൻ്റെ മത്തായിയുടെ 9:36 അനുസരിച്ചുള്ള പരിഭ്രാന്തതയും നിസ്സഹായതയും തന്നെയാണ് ലൂക്കാ സുവിശേഷത്തിൻ്റെ 24:17. എന്താണ്? മ്ലാനത. രണ്ടും വിഷയം എന്താണ്? ഇടയൻ നഷ്ടപ്പെട്ടു. ഈ സുവിശേഷ ഭാഗങ്ങൾ ഭയങ്കര ബന്ധമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ രാത്രി ധ്യാനിച്ചെടുത്തതാ, കർത്താവ് തന്നതാ. അതായത് ഒരു സ്ഥലത്ത് ഇടയൻ നഷ്ടപ്പെട്ടു, അവർ പരിഭ്രാന്ത നിസ്സഹായതമായി. മർക്കോസ് 9:36, അതുപോലെ അല്ല മത്തായി 9:36, മർക്കോസിൻ്റെ 6:34. ഇപ്പോഴേ ഇവിടെ എന്താ? നമ്മൾ എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്ക് തന്നെ അവർക്ക് ഇടയൻ നഷ്ടപ്പെട്ടതാ, ഇടയൻ മരിച്ചു.
ആ ക്ലയോഫാസിൻ്റെ ഭാര്യ കുരിശിൻ്റെ ചുവട്ടിൽ മെനയെന്ന് നിന്നിരുന്ന ആളാണ്. ആ കക്ഷി വരെ ഇപ്പോൾ വണ്ടി വിടുകയാണ്, വീട്ടിലോട്ട് പോവുകയാണ്, തിരിച്ചു പോവുകയാണ്, കർത്താവിനെ ഉപേക്ഷിച്ച് ഗുഡ് ബൈ പറഞ്ഞ് പോവുകയാണ്. ഗുഡ് ബൈ പറയുക മാത്രമല്ല, ദൈവവിശ്വാസം നഷ്ടപ്പെടുക, കർത്താവിൻ്റെ ദൗത്യത്തിൽ സംശയം തോന്നുക, സ്വന്തം വീട്ടിൽ ചെന്ന് അഭയം പ്രാപിക്കാൻ വേണ്ടിയുള്ള തിരിച്ചോട്ടമാണ് നടത്തുന്നത്. ശിഷ്യന്മാരിങ്ങനെ ചെയ്യും. വിശ്വാസ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ അതുകൊണ്ട് അവരെ അങ്ങനെ തിരിച്ചു പോകുമ്പോൾ അവരെന്താ പറയണത്? 24:17 ലൂക്കാ സുവിശേഷം, അവർ മ്ലാനവദനരായിരുന്നു. ഹൃദയത്തിൻ്റെ അവസ്ഥയാണല്ലോ മുഖത്ത് കാണുന്നത്. മ്ലാനവദനരായിരുന്നു. ഇനി കർത്താവിൻ്റെ ദൗത്യം എന്താണ്? ഇവിടെ പഠിപ്പിക്കുകയല്ല ചെയ്യണ കർത്താവ്, പഠിപ്പിച്ച കാര്യങ്ങളെ വ്യാഖ്യാനിക്കും. വ്യാഖ്യാനിക്കും. അതാണ് അവർ പറയണത്. കർത്താവ് കൂടെ നടന്നിട്ട് വചനങ്ങളെ വ്യാഖ്യാനിക്കും. അപ്പം നമ്മൾക്ക് പഠനവും വേണം, വ്യാഖ്യാനവും വേണം. വെറുതെ വ്യാഖ്യാനമല്ല, ജീവിതബന്ധിയായ വ്യാഖ്യാനം വേണം. പഠനവും വേണം, കർത്താവിൻ്റെ പഠനവും വേണം, അത് വചനത്തിൻ്റെ പഠനവും വേണം, അതേസമയം തന്നെ വ്യാഖ്യാനവും വേണം. വ്യാഖ്യാനിക്കുമ്പോൾ എന്ത് സംഭവിക്കും? 24:25 സംഭവിക്കും. ലുക്കായുടെ സുവിശേഷം 24:25 അവൻ ദൈവവചനം വ്യാഖ്യാനിച്ച് തന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്തിനാണ് ഈ വചനം വ്യാഖ്യാനിച്ച് കൊടുക്കുന്നത്? ഇവർ പരിഭ്രാന്തരാണ്, നിസ്സഹായരാണ്. അങ്ങനെയുള്ളവർ കർത്താവ് വചനം പഠിപ്പിക്കും. പിന്നെ ഇടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ വചനം വ്യാഖ്യാനിച്ച് കൊടുക്കും. അപ്പോൾ വ്യാഖ്യാനം പ്രധാനപ്പെട്ട. ദാനിയേലിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നെബൂഖദ്നേസറൊക്കെ വിളിക്കുമ്പോൾ വ്യാഖ്യാനിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പറയും വ്യാഖ്യാനം ദൈവത്തിൻ്റേതാണെന്ന് പറയും. ആര് പറയും? ദാനിയേൽ പറയും വ്യാഖ്യാനം ദൈവത്തിൻ്റേതാണ്. അത് ശരിയാണ് സംഭവം. അതാണ് ഇപ്പോൾ 24:25 നമ്മൾ വായിക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ. ദൈവത്തിൻ്റെ വ്യാഖ്യാനം കേൾക്കുമ്പോൾ ഹൃദയം ജ്വലിക്കും. മ്ലാനവദനായിട്ടുള്ള ഹൃദയം ജ്വലിക്കും, പരിഭ്രാന്തരുടെ ഹൃദയം ജ്വലിക്കും, നിസ്സഹായുടെ ഹൃദയം ജ്വലിപ്പിക്കും. കർത്താവേ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ഈ വൈകുന്ന കാലമില്ലേ, ജീവിതത്തിൽ വൈകുന്ന, അച്ഛൻ നേരത്തെ പറഞ്ഞത് എന്താണ്? വൈകിയാണ് ഈശോയത്ര എന്ന്. ഇതുപോലെ തന്നെ വൈകുന്ന സമയം ജീവിതത്തിൽ വൈകുമ്പോൾ, ഇപ്പം അപ്പോസ്തലന്മാർ തന്നെ ഈശോ അടുത്ത് വന്ന എപ്പോഴാണ്? നേരം വൈകണം എന്നാണ് പറഞ്ഞത്. നേരെ വൈകുമ്പോൾ വരാൻ പറ്റിയ ഒരാളാണ് കർത്താവ്. ഇത് മനോഹരമാണ് സുവിശേഷം അല്ലേ? ജീവിതത്തിൽ നേരം വൈകുമ്പോഴേ ഓടിയെത്താൻ പറ്റിയ ഒരാളാണ് ഈശോ. 6:35 മനോഹരമാണ്. ഈ മർക്കോസിൻ്റെ അപ്പോസ്തലന്മാരെ അവൻ്റെ അടുത്ത് വന്നു. എന്തിനാ വന്നതിനൊരു കാരണം എന്താ പറയണത്? കർത്താവേ നേരം വൈകുന്നു. 6:35 കർത്താവേ നേരം വൈകുന്നു. നമുക്കൊരാളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നേരം വൈകിയ പറയാൻ. ശ്രുതികട. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ്റെ പേര് മരീന മാധുരി. ഞാനൊരു ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ആണ്. ഞാൻ വരുന്നത് തൃശ്ശൂർ ആമ്പക്കാട് സെൻറ്റ് മേരീസ് എടവകയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് തീർത്ഥാടന ഉടമ്പടി എടുത്തത് 16-ാം തീയതി ജനുവരി 1-ാം തീയതി 2025 ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തത്. ഇതിനു മുന്നേ ഞാൻ ചൈനയിലായിരുന്നു. അതിനു മുന്നേ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു. ഞാൻ എൻ്റെ വിശ്വാസ ജീവിതം അല്ലെങ്കിൽ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് അത്ര നല്ലതായിരുന്നില്ല. അമ്മ പ്രാർത്ഥിക്കാൻ നിർബന്ധിക്കുന്നത് കൊണ്ടും പിന്നെ പ്രാർത്ഥന ശീലിപ്പിക്കുന്നത് കൊണ്ടും അമ്മയുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞായറാഴ്ചകളിൽ കഷ്ടപ്പെട്ട് പോയിട്ട് കുർബാന കൊള്ളുക, അല്ലെങ്കിൽ അത് കുർബാന കൊണ്ടാൽ തന്നെ ഞാൻ അവിടെ ഇവിടെ നോക്കിയിരിക്കുക, പല വിചാരത്താലിരിക്കുക, ശ്രദ്ധയില്ല, ആരാധിക്കാൻ പ്രയത്നിക്കാതെ ഒക്കെയുള്ളൊരു ജീവിതമായിരുന്നു. അങ്ങനെ വിശ്വാസം കുറവുള്ളൊരു അവസ്ഥയിലാണ് ഞാൻ എൻ്റെ +2 പഠനം പൂർത്തിയാക്കി. ഞാൻ നീറ്റ് എഴുതി. അതിനുശേഷം ഞാൻ ചൈനയിലേക്ക് പോകുന്നത്. ചൈനയിലേക്ക് ഡോക്ടറാകാൻ പോകുക എന്ന് പറയുന്നത് എൻ്റെ ചുറ്റുമുള്ള എല്ലാവരും, എൻ്റെ ഫ്രണ്ട്സ് ആയാലും എൻ്റെ ടീച്ചേഴ്സ് ആയാലും അവർക്ക് ചിന്തിക്കാനും കൂടെ പറ്റാത്തൊരു കാര്യമായിരുന്നു ഞാനൊരു MBBS വിദ്യാർത്ഥിയാകുന്നത്. അവിടെ ഞാൻ പോകുമ്പോൾ ഞാൻ തീരുമാനമെടുത്തിരുന്നു, ഞാൻ നന്നായി പഠിക്കും, ഞാൻ എല്ലാം എൻ്റെ മാതാപിതാക്കളെ ഞാൻ പ്രൗഡാക്കും, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് കടന്ന് ഞാൻ ചെന്നത്. പക്ഷെ അവിടെ പോയപ്പം അതൊക്കെ ഞാൻ മറന്നു. എന്തൊക്കെ ഞങ്ങൾ അവിടെ പഠിച്ചാലും ഞങ്ങളുടെ കോളേജിൽ അവിടുത്തെ ചൈനീസ് പ്രൊഫിഷ്യൻസി ലാംഗ്വേജ് എക്സാം പാസ്സായാൽ മാത്രമേ ഇത്ര 6 വർഷത്തെ പഠനം ചെയ്തതിൻ്റെ ഗുണമുണ്ടാവുള്ളൂ. കാരണം ആ എക്സാമിന് പാസ്സായിട്ടില്ലെങ്കിൽ അവർ സർട്ടിഫിക്കറ്റ് വിട്ടു തരത്തില്ല, ഗ്രാജുവേഷൻ ചെയ്യാൻ സമ്മതിക്കത്തില്ല, എന്നെ അവിടെ പിടിച്ചു നിർത്തും. അങ്ങനെ എൻ്റെ ഒപ്പമുള്ള എല്ലാവരും എഴുതി ആദ്യത്തെ അറ്റംപ്റ്റിൽ ഒറ്റയടിക്ക് പാസ്സാകാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ലെവൽ 4 ആണ്. അത് ഒറ്റയടിക്ക് പാസ്സാകാൻ പറ്റുന്ന ഒരു എക്സാമാണ് HSK എന്ന് പറയുന്നത്, ചൈനീസ് എക്സാമാണ്. അങ്ങനെ ഞാൻ എൻ്റേതായിട്ട് രീതിയിൽ പാസ്സാവും, അതെങ്ങനെയെങ്കിലുമൊക്കെ പാസ്സായിക്കോളും, ഇതുവരെ ഞാൻ എത്തിയില്ലേ, അങ്ങനെയുള്ള രീതിയിൽ ഞാൻ അതിന് രജിസ്റ്റർ ചെയ്തു. ഞാൻ എഴുതാൻ പോയി, തോറ്റുപോയി. അടുത്ത പ്രാവശ്യം ഞാൻ എഴുതി. പക്ഷെ തോൽവിയിലൊന്നും എനിക്കൊരു സങ്കടമോ അല്ലെങ്കിൽ സാധാരണ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു വിഷമം, തോൽവി അനുഭവപ്പെടുമ്പോഴുള്ളൊരു വിഷമമൊന്നും ഞാൻ അനുഭവിക്കാറുണ്ടായിരുന്നില്ല പണ്ട് മുതൽക്കേ. അങ്ങനെ ഞാൻ പിന്നെയും ഇത് എഴുതി, അതിനും ഞാൻ തോറ്റുപോയി. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാനൊരു ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇന്ത്യയിൽ വരണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുത്തെ എക്സാം പാസ്സാവണം. അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞു, ഞാൻ ഇപ്രാവശ്യം നാട്ടിലേക്ക് വരുന്നുണ്ട്, എനിക്ക് ആ എക്സാം എഴുതണം, പഠിച്ചാലും ഇല്ലെങ്കിലും ഞാൻ വരും, ഞാൻ ആ എക്സാമിന് എഴുതും എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പോന്നു. ബാക്കിയുള്ള കുട്ടികൾ 6 മാസം 1 വർഷമൊക്കെ എടുത്ത് ചെയ്യുന്നത്, ഞാൻ വെറും 2.5 മാസം അങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ് ആ എക്സാമിന് ഞാൻ പ്രിപ്പയർ ചെയ്തത്. ഞാൻ അങ്ങനെ വന്നു, ആ എക്സാമിന് അറ്റൻഡ് ചെയ്തു. പക്ഷേ ആ സമയത്ത് അമ്മ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, എക്സാമിന് പോകുന്നതിന് മുന്നേ നീ കുമ്പസാരിച്ചിട്ട് വേണം, വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മാത്രമേ എക്സാമിന് പോകാൻ പാടുള്ളൂ. ഈ ചൈനീസ് എക്സാമിന് പ്രശ്നത്തിലായിരുന്ന സമയത്ത് ഞാനിങ്ങനെ സാധാരണ എൻ്റെ യൂട്യൂബിൽ ഇങ്ങനത്തെ ദൈവിക കാര്യങ്ങളൊന്നും വരാറില്ല. ഓൺലൈൻ കുർബാന കണ്ടിരുന്നത് കൊണ്ട് കോവിഡിൻ്റെ സമയത്ത് ആ 2 കാര്യങ്ങളല്ലാണ്ട് വേറെ ഒന്നും എൻ്റെ ഫീഡിൽ വരാറുണ്ടായിരുന്നില്ല. അപ്പം പക്ഷെ ആ സമയത്ത് ഞാനിങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന ഒരു സമയമാണ്, പഠിക്കാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സമയത്തിലേക്ക് എൻ്റെ ഫീഡിലേക്ക് വരികയാണ് കൃപാസനം എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് ഒന്നും അറിയില്ല, ജോസഫ് അച്ഛൻ ആരാന്നറിയില്ല, ഇവിടെ എന്താ നടക്കുന്നതെന്നൊന്നും അറിയില്ല. ഞാനത് ക്ലിക്ക് ചെയ്തു, ഞാൻ കണ്ടു. എനിക്ക് ജോസഫ് അച്ഛൻ പറയുന്നത് ഒന്നും മനസ്സിലാവാറില്ലായിരുന്നു ആദ്യം. ജോസഫ് അച്ഛൻ്റെ ഭാഷ മലയാളം തന്നെയാണോ എന്ന് വരെ എനിക്ക് ആദ്യത്തെ സമയത്ത് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. അങ്ങനെ പക്ഷേ പിന്നീട് ഞാൻ ഫുൾ ഉറങ്ങുമ്പോഴും തിന്നുമ്പോഴും എല്ലായ്പ്പോഴും സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും പിന്നെ ബിറ്റ്സ് മാത്രം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. അങ്ങനെ നോക്കിയപ്പം അതിന് ഞാൻ തോറ്റു, വീട്ടിൽ വിളിച്ച് പറഞ്ഞു. അങ്ങനെ അതിന് ശേഷം ഞാൻ പിന്നെ 3ാമത് ഞാൻ വിശ്വാസത്തോടെ കുറച്ച് മാതാവിൻ്റെ അടുത്ത് കൂട്ടുകൂടാൻ തുടങ്ങി, മാതാവിനോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മാതാവിനോടത്ത് ജപമാല ചൊല്ലാൻ തുടങ്ങി. അതാണ് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലുണ്ടായത്. ഞാൻ ഇന്നേ വരെ ജപമാല മര്യാദയ്ക്ക് ചൊല്ലിയിട്ടില്ല. പക്ഷേ ആ ഒരു സമയത്ത് ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം, മാതാവിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം എനിക്ക് ജപമാല ചൊല്ലാൻ മടുപ്പേയില്ല. രാവിലെ എണീറ്റ് അപ്പം പോവും പുറത്തേക്ക്, ഞാൻ ജപമാല ചൊല്ലും. എനിക്കായിട്ടും ഈശോയ്ക്കായിട്ടും മാതാവിനായിട്ടും എനിക്ക് കുറേ സ്ഥലങ്ങളുണ്ട് ചൈനയിൽ. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ഞാൻ ജപമാല ഇങ്ങനെ ചൊല്ലും, നടന്ന് ചൊല്ലും. അങ്ങനെ ഞാൻ 3ാമതും ഞാൻ വിശ്വാസത്തോടെ പഠിക്കാൻ തുടങ്ങി.
മാതാവിൻ്റെ മുറുകെ പിടിച്ച് ഈശോയിലും വിശ്വസിച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങി. പക്ഷേ അപ്പോഴും പഠിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ 2 അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് അപ്പോഴേക്കും ജപമാല ചൊല്ലാൻ ഞാൻ പുറത്തേക്ക് ഓടും. അങ്ങനെ ലൈബ്രറിയിൽ പോയാലും ഞാൻ ഇപ്പം ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ഇറങ്ങിപ്പോയിട്ട് അടുത്ത ജപമാല ചൊല്ലും. അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെ അവസാനം ആ 3ാമത്തെ എക്സാമിൻ്റെ തലേ ദിവസം എനിക്ക് പഠിക്കാൻ ഒക്കുന്നില്ലായിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഒക്കുന്നില്ല, ഞാൻ 2 അക്ഷരം ഞാൻ ഇങ്ങനെ ബിറ്റെടുക്കും, ലോട്ടെടുക്കും. അത് ഞാൻ അപ്പോൾ എനിക്ക് ഒരു 2 അക്ഷരം കിട്ടി, സിയും ഡിയും. അപ്പോൾ ആ വേർഡ്സിൻ്റെ മാത്രം ഞാൻ അന്ന് രാത്രി തലേന്നിരുന്ന് പഠിച്ചു. പിറ്റേ ദിവസം എക്സാമിന് പോയപ്പം ഞാൻ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു, കാശുരൂപം കൊണ്ടുപോയിരുന്നു, ഉപ്പ് വെതറി. അങ്ങനെ ഞാൻ അവിടെ എക്സാമിന് എഴുതി. അന്ന് ഞാൻ കണ്ട വാക്കുകളിൽ മെജോറിറ്റി വാക്കുകൾ ആ ഞാൻ പഠിച്ച ലിസ്റ്റിൽ നിന്നായിരുന്നു. ഈ സമയത്ത് ആണ് എനിക്ക് സുവിശേഷത്തിൽ നിന്ന് പുതിയ വീഞ്ഞ് പഴയ തോൽക്കൂടത്തിൽ ഇട്ട് വെക്കാറില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു വചനഭാഗം എനിക്ക് കിട്ടുന്നത്. പക്ഷെ അന്ന് എനിക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല അതെന്താണ് സംഭവം എന്ന്. തോൽക്കൂടം എന്താണെന്നോ അതിൻ്റെ അർത്ഥം എന്താണെന്നൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം ഞാൻ എഴുതി. സാധാരണ എഴുതി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് മനസ്സിലാവും, കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും. അതും മനസ്സിലായില്ല. അങ്ങനെ ഞാൻ അന്നത് അടച്ചു വെച്ച് ഞാൻ തിരിച്ച് ലൈബ്രറിയിൽ പോയി പഠിക്കാൻ വേണ്ടി. അപ്പം അന്ന് തലേന്ന് പ്രാർത്ഥന വൈകിയായിരുന്നു. അപ്പം അന്ന് അമ്മ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് വിളിച്ച് ഞങ്ങൾ കോൺഫറൻസിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ തോന്നുകയാണ്, ചിലപ്പം ഞാൻ കുമ്പസാരിക്കാതെ ഇതൊക്കെ വിശ്വാസം കാണിച്ചിട്ട് അതുകൊണ്ടായിരിക്കും എനിക്ക് ആ വചനം കിട്ടിയതെന്ന് ഞാൻ കരുതി. അങ്ങനെ ഞാൻ അപ്പം തന്നെ എനിക്കൊരു നന്ദി തോന്നി. ആ സമയത്ത് എനിക്ക് സങ്കടം വന്നു. ഞാൻ കുമ്പസാരിക്കാതെ ഒഴിഞ്ഞു മാറി നടന്നതിൽ എനിക്ക് സങ്കടം തോന്നി, നന്ദിയും തോന്നി. ഞാൻ ഉടനെ ഓടി, പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉടനെ ഓടി ലൈബ്രറിയിലേക്ക് പോയി ഒരു ലോഡ് A4 ഷീറ്റ് എടുത്തിട്ട് ഞാൻ എൻ്റെ ഒരു ഭാഗത്തേക്ക് മാറിയിരുന്നിട്ട് ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഞാനിങ്ങനെ വിട്ടുപോയ പാപങ്ങളും മനഃപൂർവ്വം മറന്നുപോയ പാപങ്ങളും പിന്നെ ഓർക്കാൻ ശ്രമിച്ചെടുത്ത് ഞാൻ അത് മൊത്തം എഴുതി. അത് എഴുതി വന്നപ്പോൾ ഒരു 7, 8, 10 പേജ് എങ്ങാനും അത് വന്നു. മൊത്തം ഇരുന്ന് എഴുതി, ഡീറ്റെയിൽ ബൈ ഡീറ്റെയിൽസ്, മൈന്യൂട്ട് ഡീറ്റെയിൽസ് ബൈ മൈന്യൂട്ട് ഡീറ്റെയിൽസ് എല്ലാം ഇരുന്ന് എഴുതി. ഓർമ്മയുള്ളതും ഓർമ്മ മറഞ്ഞു പോയതൊക്കെ ഞാൻ ഇരുന്ന് എഴുതിയിട്ട് ഞാൻ അവിടുത്തെ വൈദികൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, എനിക്കൊരു അപ്പോയിൻമെൻറ്റ് തരണം, കുമ്പസാരിക്കാൻ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് തരണം. അപ്പോൾ അച്ഛൻ പോലും വിചാരിച്ച് കാണില്ല ഇത്ര ലോങ് കുമ്പസാരായിരിക്കുന്നു. ഞാനന്ന് ഉച്ചയ്ക്ക് പോയി കുമ്പസാരിച്ചു. എനിക്ക് അച്ഛൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞാനവിടെ പള്ളിയിലിരുന്ന് അതൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് വചനം വായിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ വചനം വായിക്കാൻ കുറച്ചും കൂടിയും ഇഷ്ടം തോന്നി, മനസ്സിലാവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ 3ാം വട്ടം HSK ചൈനീസ് എക്സാം എഴുതുന്നത്. ചൈനീസ് എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ റിസൾട്ടിന് വേണ്ടിയിട്ട് ഇതേ ദേവാലയത്തിൽ ഞാൻ പോയി. ഞാൻ എൻ്റെ ടാബ്ലറ്റും കൊണ്ടുപോയി, വിശുദ്ധ വസ്തുക്കൾ കൊണ്ടുപോയി. ഞാൻ അൾത്താരേൻ്റെ സമീപത്തിരുന്നിട്ട് പക്ഷേ എൻ്റെ മനസ്സിൽ തീവ്രമായിട്ട് എൻ്റെ മനസ്സിനുള്ളെന്ന് പറഞ്ഞു, ഞാൻ തോറ്റുപോകുമെന്നിങ്ങനെ മനസ്സിലിങ്ങനെ കുത്തി ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തന്നെ പറയുന്ന പോലെ ഞാൻ തോറ്റു, ഇനി ഒന്നുമില്ല അങ്ങനെ. പക്ഷെ അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ജപമാല കയ്യിലെടുത്തിട്ട് അൾത്താരയ്ക്ക് സമീപം മുട്ടുകുത്തി കൈ വിരിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ആ ജപമാലയിലെ മണികൾ തീരുന്നവരെ ഞാൻ പറഞ്ഞു. എന്നിട്ട് ഈശോയോട് പറഞ്ഞു, 23 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നത്, ഇനി എന്നെ ഇവിടുന്ന് പുറത്തേക്കാക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി. അങ്ങനെ അതിന് ശേഷം ഞാൻ എൻ്റെ ടാബ്ലറ്റ് തുറന്നു, സൈറ്റ് ഓപ്പൺ ചെയ്തു. ഞാൻ നന്നായി തോറ്റു. ഞാൻ തകർന്നു പോയി. എനിക്ക് എൻ്റെ എല്ലാ കോൺഫിഡൻസും പോയി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ആരോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, എങ്ങനെ പഠിക്കേണ്ടതെന്ന് അറിയില്ല, എങ്ങനെ തുടങ്ങണമെന്നൊന്നും അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വീട്ടിൽ നിന്നാണെങ്കിൽ എൻ്റെ അടുത്ത് കുറ്റമൊന്നും പറയില്ല, എന്നെ ചീത്തയൊന്നും പറയില്ല. പക്ഷേ എനിക്കറിയാം വീട്ടിൽ പ്രശ്നങ്ങളാവുന്നുണ്ട് ഞാനിങ്ങനെ ആവാത്ത കാരണം എൻ്റെ കൂടെയുള്ള എല്ലാവരെയും ഈ എക്സാം പാസ്സായി കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു തുടങ്ങി. അതിനുവേണ്ടി അവർ പഠിച്ചു തുടങ്ങി. ഞാനിപ്പോഴും ആ ഇതിലാണ്. ഇത് പാസ്സായിട്ടില്ലെങ്കിൽ വെറും 12th സ്റ്റാൻഡേർഡിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ കാണത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് അപ്പൻ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, അടുത്തതിൽ രജിസ്റ്റർ ചെയ്യണ്ടേ? അപ്പം ഞാൻ പറഞ്ഞു, രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ അപ്പോൾ പ്രഷർ ഇങ്ങനെ കൂടുന്ന പോലെ എനിക്ക് വല്ലാതെ തോന്നി. അങ്ങനെ ഞാനൊരു ദിവസം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ വാവിട്ട് എൻ്റെ റൂമിലിരുന്ന് ഇങ്ങനെ കരയുക. ഞാനിങ്ങനെ വാവിട്ട് ഉറക്കനെ കരയുന്ന സമയത്ത് പെട്ടെന്ന് അമ്മ വിളിച്ചു. ഞാൻ വാ പൊത്തി. അപ്പോൾ അമ്മ പറഞ്ഞു രജിസ്റ്റർ ചെയ്യണ്ടേ? അപ്പം ഞാൻ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. പിന്നെയും വാവിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ കണ്ണടച്ചിട്ടായിരുന്നു ഞാനിങ്ങനെ കരയുന്നത്. പെട്ടെന്ന് എൻ്റെ കണ്ണിലേക്ക് സങ്കീർത്തനം
11:17 എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വന്നു. അപ്പോൾ ഞാൻ അപ്പം തന്നെ കരച്ചിൽ സ്വിച്ചിട്ട പോലെ ഓഫാക്കിയതിന് ശേഷം ഞാൻ എടുത്തു നോക്കി എൻ്റെ എൻ്റെ ഫോണിൽ ബൈബിളിൽ ഞാൻ നോക്കിയപ്പം അങ്ങനെ ഒരു വചനമേ ഇല്ല. 11:17 എന്ന് പറഞ്ഞൊരു വചനമേ ഇല്ല. ഞാൻ അപ്പം ഒരിക്കലും അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 17 റോങ് റീഡിങ് ആവാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ അതായിരിക്കില്ല എന്ന്. അപ്പം ഞാൻ ചുമ്മാ സങ്കീർത്തനം 11 എടുത്തിട്ട് ഞാൻ നോക്കിയപ്പം 1 to 7 വരെ അതിനകത്ത് ഉള്ളൂ, ആകെ കൂടെയുള്ള വചനം അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുതിയിരുന്നത്, ഒരു ബീരുവിനെ പോലെ നീ പർവ്വതങ്ങളിൽ പോയി ഒളിക്കരുത്, ഞാനാണ് നിൻ്റെ കർത്താവ്, ഞാൻ സിംഹാസനത്തിൽ ഇരുന്ന് നിന്നെ നോക്കി കാണുന്നുണ്ട്, നീതിപൂർവകമായി നീ പ്രവർത്തിക്കണം. അതായിരുന്നു അതിൻ്റെ ചുരുക്കം. അപ്പോൾ ഞാൻ നീതിപരമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു, പഠിക്കാൻ തീരുമാനിച്ചു. എനിക്ക് ആ സമയത്ത് വല്ലാത്ത കോൺഫിഡൻസ് കിട്ടി, ഞാൻ ജയിച്ച പോലത്തെ കോൺഫിഡൻസ് എനിക്ക് കിട്ടി. ഞാൻ പിറ്റേ ദിവസം മാതാവിനെ ലെഫ്റ്റിലും ഈശോയെ റൈറ്റിലും വെച്ചിട്ട് ലൈബ്രറിയിലേക്ക് പോയി ഞാൻ പഠിക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും പഠിത്തം കുറവും ജപമാല ചൊല്ലാനുള്ള തീവ്രതയും ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ്റെ ധ്യാനം ഞാൻ എൻ്റെ ലൈബ്രറിയിൽ ഇരുന്ന് കാണും. അപ്പം ചില സമയത്ത് അവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും പബ്ലിക്കായിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല. അപ്പം ചില സമയത്ത് ഞാൻ ലൈബ്രറീൻ്റെ അകത്ത് മുട്ടുകുത്തി ആശീർവാദം സ്വീകരിക്കുന്ന സമയത്ത് ആൾക്കാർ വന്ന് എന്നെ നോക്കാറുണ്ട്. അപ്പം ഞാൻ ഈ ക്യാമറയിൽ നിന്ന് ഒളിഞ്ഞു നിന്നിട്ടാണ് ആശീർവാദം അച്ഛൻ്റെ സ്വീകരിക്കാറ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പം ഞാൻ എക്സാമിന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എക്സാമിന് എഴുതാൻ വേണ്ടി പോയി. പക്ഷേ ഈ സമയത്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാതാവേ, ഈ നാട്ടിലുള്ള എല്ലാവരും IELTS മൊയ്റ്റ് എഴുതാൻ വേണ്ടി ഇത്രത്തോളം പൈസ ചിലവാക്കി, ഞാനിപ്പോൾ കൊടുത്ത പൈസ ഒറ്റയടിക്ക് പാസ്സാവേണ്ട എക്സാമിന് ഞാൻ ഇത്രത്തോളം പൈസ ചിലവാക്കി, അപ്പൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും പൈസ പോയി, അറ്റ്ലീസ്റ്റ് പാസ് മാർക്ക് അല്ലാണ്ട് കുറച്ച് കൂട്ടിത്തരാമോ എന്ന് വെറുതെ ഒരു ഗ്രീഡിനെസ്സിൽ ഞാൻ ചോദിച്ചു. പക്ഷെ ഞാനത് അധികമൊന്നും ചോദിച്ചില്ല, കുറച്ച് കൂടി പോവില്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ ചോദിച്ചില്ല. ഞാൻ എക്സാമിന് പോയി, എക്സാം വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് എഴുതി, കാശുരൂപം കൈ പിടിച്ചു. എക്സാം വളരെ ടഫായിരുന്നു, ലിസണിങ് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ് എനിക്ക് തീരെ മനസ്സിലായിരുന്നില്ല, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അവസാനം മാതാവിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് പോയി മാതാവേ, ഇത് പോയതാണെന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷേ 3 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വരാൻ തുടങ്ങി, ഞാൻ ആൻസർ എഴുതാൻ തുടങ്ങി, എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി, ചൈനീസ് എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആ എക്സാം കംപ്ലീറ്റ് ചെയ്തു. അതിലും കുറേ ടഫായിരുന്നു, അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് ടഫായിരുന്നു. പക്ഷേ ഞാൻ എഴുതി, പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. ഞാൻ എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രഭാത പ്രാർത്ഥന ഞാനിങ്ങനെ വഴിനീളെങ്ങനെ ആ എക്സാം ഹാളിന് ചുറ്റും നടന്നിങ്ങനെ ചൊല്ലുമായിരുന്നു, ആരും വിളിക്കാതെ. ഞാൻ അതുമാത്രം ഇങ്ങനെ കുറേ വട്ടം ഇങ്ങനെ ചൊല്ലി നടന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥനാപൂർവ്വം പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. ഞാൻ അതിനുശേഷം ഞാൻ റിസൾട്ട് വന്ന സമയത്ത് എനിക്ക് എൻ്റെ സൈറ്റ് എൻ്റെ ടാബിൽ ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ തൈലൊക്കെ പൂശിയെങ്കിലും എനിക്ക് എൻ്റെ ടാബിൽ അത് ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു, നമുക്ക് എൻ്റെ നോക്കാം. അപ്പോൾ എനിക്ക് അവിടെ വെച്ച് അവളുടെ ഇതിൽ എനിക്ക് തൈലൊന്നും പൂശാൻ പറ്റിയിരുന്നില്ല. അപ്പം ഞാൻ ഓപ്പൺ ആക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ, ഞാൻ ഈ ലാപ്ടോപ്പ് തുറക്കുന്നത് ഈ നട എൻ്റെ ഫ്രണ്ടിൽ വെച്ചാൽ എന്നെ പാസ്സാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. അപ്പം എനിക്ക് എൻ്റെ കണ്ണ് പിടിക്കുന്നില്ല, സ്കോർ ഷീറ്റിൽ എൻ്റെ കണ്ണ് പിടിക്കുന്നില്ല. അപ്പം എൻ്റെ കൂടെയുള്ള എല്ലാവരും തുള്ളി ചാടാൻ തുടങ്ങി. അപ്പം നോക്കുമ്പം 213 എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമ്പറാണ് ഞാൻ കണ്ടത്. അത് നല്ലൊരു ഹൈ സ്കോറാണ്, 300-ലാണ് മാർക്ക്. അപ്പം എനിക്ക് ആ മാർക്ക് അമ്മ ചോദിച്ചതിലും 13 മാർക്ക് എക്സ്ട്രാ തന്നിട്ടാണ് അമ്മ എന്നെ അതിൽ ജയിപ്പിച്ചത്. അങ്ങനെ ഞാൻ HSK പാസ്സായി. അപ്പോൾ ഇതിലെനിക്ക് ദൈവം തന്ന കൃപ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇരുന്ന് പഠിക്കാനുള്ളൊരു കൃപ തന്നു. അല്ലെങ്കിൽ എനിക്കൊരു സീറ്റിൽ ഇരിക്കാൻ പറ്റത്തില്ല, അപ്പം തന്നെ വേറെ എവിടെയെങ്കിലും പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും തിന്നാൻ പോകും. പക്ഷേ ഇരിക്കാനുള്ളൊരു കൃപ തന്നു. അങ്ങനെ ഞാൻ പിന്നെയും ജനുവരിയിലാണ് അടുത്ത FMG എക്സാം. ഇത് കഴിഞ്ഞ് ഞാൻ ഇതിനു വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു. കാരണം എൻ്റെ കൃപയാൽ ഞാനിത് പാസ്സാവില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ സ്കിപ്പ് ചെയ്താലും ഈ എക്സാം എഴുതിയില്ലെങ്കിലും ഞാൻ പാസ്സായില്ലെങ്കിലും എൻ്റെ കൃപയാലല്ല. അപ്പോൾ ഞാൻ എന്തായാലും എഴുതുമെന്ന് ഞാൻ തീരുമാനിച്ചു. പാസ്സായാലും ശരി പാസ്സായില്ലെങ്കിലും ശരി ഞാൻ അറ്റംപ്റ്റ് ചെയ്യും. അങ്ങനെ ഞാൻ ജനുവരിയിൽ വന്നു. എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ FMG എക്സാം ഞാൻ ജനുവരിയിൽ വന്ന് എഴുതി. പക്ഷെ ഞാൻ തിരിച്ചു പോയി. ഞാൻ അവിടെ എത്തും മുൻപേ റിസൾട്ട് വന്നു, ഞാൻ തോറ്റു. ആ സമയത്ത് പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയിരുന്നില്ല, പെട്ടെന്നായിരുന്നു വന്നത്. അപ്പോൾ എനിക്ക് പ്രാർത്ഥിച്ച് വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കാൻ പറ്റിയില്ല.
ജയിക്കുമെന്നല്ല, പക്ഷേ അതൊരു വിശ്വാസമായതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ എനിക്ക് സങ്കടമായി. പക്ഷേ അതിന് ശേഷം എന്താ ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് വിശ്വാസത്തിൽ കുറച്ച് നംനെസ് വന്ന പോലെ എനിക്ക് തോന്നി. ജപമാല ചൊല്ലാനൊരു മടി. പിന്നെ ഞാൻ സോഷ്യൽ പ്ലാറ്റ്ഫോംസിൽ നിന്നൊക്കെ ഒഴിവായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് തിരിച്ച് കാണാനുള്ളൊരു ടെൻഡൻസി പിന്നെയും വന്നു. അപ്പം ഡിസ്ട്രാക്ഷൻസ് കുറേ കൂടി. പിന്നെ ഗ്രാജുവേഷൻ്റെ പരിപാടികളായപ്പോൾ അങ്ങനത്തെ രീതിയിലേക്ക് കുറച്ചും കൂടി കൂടുതൽ ലൂസ് ടോക്സ് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് കുറച്ച് ഒഴിഞ്ഞു. പിന്നെ ആദ്യം മഞ്ഞും മഴയൊന്നും എനിക്കൊരു പ്രശ്നമായിരുന്നില്ല. ഞാൻ റെയിൻകോട്ട് ഇട്ടാലും മഞ്ഞായാലും മെട്രോയിലായാലും കയറി കുർബാനയ്ക്ക് ഞാൻ ഡെയിലി പോവുമായിരുന്നു. പക്ഷേ ആ സമയത്ത് ആ മഞ്ഞല്ലേ കുറച്ചുകൂടി കയറി കിടന്നുറങ്ങാം എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് നമ്മായി തുടങ്ങി. പക്ഷെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഇതെന്താ മാതാവേ ഞാനിങ്ങനെ ചെയ്യുന്നത്, ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ ഞാൻ വിശ്വാസത്തിന് പോകത്തില്ല എന്ന്. പക്ഷെ ഞാൻ എന്താ പിന്നെ ഇതെന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്നെ വല്ലാണ്ട് ഗിൽട്ട് ഫീൽ ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് കർത്താവിനെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴും ഞാൻ പറഞ്ഞു, എന്തായാലും ശരി, ഞാൻ ഉടമ്പടി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി ഞാൻ എടുക്കും, എങ്ങനെയായാലും സാരമില്ല, ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഇത് സെറ്റാക്കും എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ആ പ്രാവശ്യത്തെ എക്സാമിൻ്റെ ജനുവരിയിൽ ഞാൻ എക്സാമിന് വന്നപ്പോൾ ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. ഞാൻ പത്രം വാങ്ങിക്കൊണ്ടുപോയി. ഞാൻ ഇംഗ്ലീഷ് പത്രം വാങ്ങി, ചൈനീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇംഗ്ലീഷ് പത്രം അവിടെ ഞങ്ങളുടെ കൂടെ കുറേ ആഫ്രോസ് ഉണ്ട്, അപ്പോൾ അവർക്കൊക്കെ കൊടുത്തു. പിന്നെ അങ്ങനെ ഞാൻ ഈ 26 ജൂലൈക്കായിരുന്നു ഈ പ്രാവശ്യത്തെ എക്സാം. ഞാൻ പഠിക്കാൻ തുടങ്ങി. ഞാൻ പഠിക്കാൻ തുടങ്ങി. ഞാൻ പഠിച്ച് പാസ്സായിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഞാൻ പഠിക്കേണ്ടത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഞാൻ ഇത്രേ പഠിച്ചിട്ടുള്ളൂ, എനിക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കി തരുമോ, ഞാൻ അതുപോലെ ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ അപ്രോച്ച് ചെയ്തു. അവരെനിക്ക് ചെയ്തു തന്നു. ഞാൻ ഒരു മാസം പക്കയായിട്ട് ഞാനത് ചെയ്തു. എനിക്ക് ഇത്രയും എളുപ്പമായിരുന്നു എന്ന് വരെ തോന്നിപ്പോയൊരു സമയമുണ്ടായിരുന്നു. ഇത് കിട്ടും, പഠിച്ചാൽ കിട്ടാത്തതൊന്നും അല്ല എന്നുള്ള തോന്നൽ ആദ്യമായിട്ട് വന്നൊരു സമയമാണ്. അങ്ങനെ പക്ഷേ രണ്ടാമത്തെ മാസത്തിലേക്ക് കടന്നപ്പം 3 മാസത്തെ പ്രിപ്പറേഷനായിരുന്നു. അപ്പം രണ്ടാമത്തെ മാസത്തിലേക്ക് കടന്നപ്പം സമയമില്ല എന്ന് കരുതി അതൊരു ടെൻഷനാക്കി എടുത്ത് പിന്നെ എനിക്ക് പഠിക്കാൻ പറ്റാണ്ടായി. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫോണിന് തുറക്കും, എന്നിട്ട് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം സമയം പോകുന്നത് അറിയില്ല, റിലാക്സ് ആവുന്നുണ്ട്. പക്ഷെ പിന്നീട് എനിക്ക് പ്രാർത്ഥന എത്തിക്കാൻ വരുമ്പം എനിക്ക് ഈശോയെ ഫേസ് ചെയ്യാൻ കഴിയില്ല. ഞാൻ ഗിൽട്ടായിട്ട് എനിക്ക് ഈശോയോട് സംസാരിക്കാൻ തോന്നില്ല. അപ്പം മനഃപൂർവ്വം ഉറക്കം നടിക്കും, എന്നിട്ട് ഉറങ്ങുന്ന പോലെ ഈശോയോട് വാശി പിടിക്കും. അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് തീരെ പറ്റാണ്ടായി. എനിക്ക് ഭയങ്കര സ്ട്രെസ്സായി തുടങ്ങി. എനിക്ക് വീട്ടിൽ അപ്പനിങ്ങനെ വന്ന് ചോദിക്കും, എന്തോ ഒരു കള്ളത്തരം നടക്കുന്നുണ്ടല്ലോ, എന്താ നീ ഒന്നും പറയാത്ത, എന്തെങ്കിലും ഒളിപ്പിച്ച് വെക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പനിങ്ങനെ വരും. പക്ഷേ ആ സമയത്ത് എനിക്ക് അപ്പൻ്റെ അടുത്തൊന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുക ഞാൻ എൻ്റെ ചേട്ടൻ ഒരു ദിവസം വിളിക്കുമ്പോൾ ചേട്ടൻ്റെ അടുത്ത് ഞാനിങ്ങനെ വാവിട്ട് കരഞ്ഞു, എനിക്ക് പറ്റുന്നില്ല, ഇതെന്നെ കൊണ്ട് പറ്റും തോന്നുന്നില്ല, എനിക്കിത് തീരെ ഒക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് എന്നെ ഇരുത്തി അനലൈസ് ചെയ്ത് എൻ്റെ ഈച്ച് ആൻഡ് എവറി വീക്ക് പോയിൻ്റ് ചേട്ടൻ കണ്ടുപിടിച്ച് എന്നെ സഹായിക്കാൻ ശ്രമിച്ചു. എക്സാമിൻ്റെ തലേന്ന് ഞാൻ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ആയി. എനിക്ക് തീരെ പറ്റുന്നില്ല. ആ ഒരു മാസം കൃത്യമായിട്ട് ഞാൻ പഠിച്ച ഒരു മാസത്തെ എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് പോയി. എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എക്സാമിൻ്റെ തലേന്ന്. വെറുതെ സാധാരണ എല്ലാവരും പാനിക്കാവെന്ന് പറയും, പക്ഷെ അങ്ങനെയല്ല. എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 0 ആയി. ഞാൻ അമ്മ സ്കൂൾ വരുന്നവരെ കാത്തിരുന്നു. അമ്മ വൈകരുതെന്ന് വിചാരിച്ച് ഞാൻ കാത്തിരുന്ന് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കിത് ഒക്കുന്നില്ല, ഇത് പറ്റില്ല, ഈ എക്സാം ഞാൻ തോറ്റു എന്ന് പറഞ്ഞിട്ട് അമ്മേൻ്റെ അടുത്ത് ഞാൻ കരഞ്ഞു. അമ്മ പ്രെയർ റിക്വസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ പ്രെയർ ചെയ്യണം എനിക്ക് വേണ്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, വിശുദ്ധ കുർബാനയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വെറുതെ അല്ല. അപ്പം അങ്ങനെ പറഞ്ഞപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കൈ വിരിച്ച് അൾത്താരയ്ക്ക് മുന്നിൽ കൈ വിരിച്ച് ഈശോയോട് നീ പറയണമെന്ന് പറഞ്ഞു. അതിനേക്കാളും വലുതൊന്നുമില്ല അങ്ങനെ പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ കുർബാനയ്ക്ക് എൻ്റെ ഹോൾ ടിക്കറ്റുമായിട്ട് ഞാൻ കുർബാനയിൽ എൻ്റെ പേര് വൈദികൻ വിളിച്ച് പറഞ്ഞിരുന്നു. ഞാൻ എൻ്റെ കൈ എല്ലാവർക്കും മുന്നാലെ ഞാൻ എൻ്റെ കൈ വിരിച്ച് പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ സമയത്ത് എനിക്ക് കിട്ടിയൊരു ബോധ്യമുണ്ട്. എനിക്ക് അതുവരെ അറിവില്ലായിരുന്നു വൈദികൻ ആരാണ്, കുർബാന അർപ്പിക്കുന്ന വൈദികൻ എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നില്ല. അപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈശോയ്ക്കുള്ള പകരക്കാരനാണ് വൈദികൻ, നിൻ്റെ പേര് ഈശോ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുള്ള അൾത്താരയിൽ, അതുകൊണ്ട് നീ പേടിക്കേണ്ട, നീ ഈ എക്സാം പാസ്സാകും. അപ്പം കുർബാനയ്ക്ക് ശേഷം
കുർബാനയ്ക്ക് ശേഷം അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് കുർബാനയ്ക്കിടയിൽ പരിശുദ്ധ അമ്മയുടെ സുഗന്ധം ലഭിച്ചിരുന്നു എന്ന്, നീ ഇതെന്തായാലും പാസ്സാവും, ഒന്നും കൊണ്ടും പേടിക്കണ്ട. അപ്പോൾ ഞാൻ ഡബിൾ ഹാപ്പിയായി. ഞാൻ എൻ്റെ ഇതിന് വേണ്ടി പോയി. എനിക്ക് കിട്ടിയ സെൻറ്റർ എന്ന് പറഞ്ഞാലും മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അച്ഛൻ പറയായിരുന്നു, നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലത്തിനെ കുറിച്ചുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് പോയിട്ട് ഡെയിലി ബ്രെഡ് കേൾക്കണം എന്ന് പറയുമായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ സെൻറ്ററിൻ്റെ മുന്നിൽ കൂടെ ഞാൻ പാസ് ചെയ്യുമ്പോൾ തൃശ്ശൂരിൻ്റെ മുന്നിൽ കൂടെ പാസ് ചെയ്യും, എനിക്ക് ഇവിടെ തന്നെ കിട്ടണേ, ഈ സെൻറ്ററിൽ തന്നെ കിട്ടണേ എന്ന് അമ്മ മാതാവിനോട് ഞാൻ ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് പറയുമായിരുന്നു. അങ്ങനെ ആ സെൻറ്ററിൽ തന്നെ എനിക്ക് കിട്ടി. എനിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം ഞാൻ മാത്രമേ എൻ്റെ കോളേജിൽ നിന്ന്, പിന്നെ എൻ്റെ ഒരു ജൂനിയർ മാത്രം, കാരണം സാധാരണ കുറേ പേരുണ്ടാവേണ്ടതാണ്, ഉണ്ടായിരുന്നില്ല. ഞാൻ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചു. ഞാൻ എക്സാം എഴുതി. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിന് മുന്നേ ലഞ്ച് ബ്രേക്കിന് സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കാതെ ഞാൻ ആ വചനം ഉരുവിട്ടുകൊണ്ടിരുന്നു. കൊന്തയിൽ ഞാൻ ആ വചനം ഉരുവിട്ടുകൊണ്ടിരുന്നു. ഞാൻ ആ എക്സാമിന് ഞാൻ പിന്നെയും കയറി. രണ്ടാമത്തെ പേപ്പർ വളരെ ടഫായിരുന്നു. എനിക്ക് പ്രാർത്ഥിച്ചിട്ട് കുത്താൻ പോലുള്ള സമയം കിട്ടിയില്ല. ഞാൻ തിരിച്ച് വന്നിട്ട് അത് ടഫായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എല്ലാവർക്കും മനസ്സിലായി നല്ല ടഫായിരുന്നു. ഏറ്റവും ടഫായിട്ടുള്ള പേപ്പറായിരുന്നു ഇപ്രാവശ്യത്തെ എക്സാം. 3 വട്ടം ഞാൻ എഴുതിയെങ്കിലും ഇത്ര ടഫായിട്ടുള്ള പേപ്പർ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എഴുതിയിട്ടില്ല. അങ്ങനെ ഞാനങ്ങനെ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നു. ആ ഒരു സമയത്താണ് ഡെയിലി ബ്രെഡിൽ അച്ഛൻ ഡോക്യുമെൻ്റ് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. അച്ഛൻ നിർബന്ധമായിട്ട് ഇങ്ങനെ ഡോക്യുമെൻ്റ് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഡെയിലി ബ്രെഡിൽ പറയുന്നു. അന്ന് ഞാൻ വിശ്വസിച്ചു. എൻ്റെ ഹാൾ ടിക്കറ്റ് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പറഞ്ഞതാണെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഹാൾ ടിക്കറ്റ് ഈശോ ആശീർവാദം വരുമ്പോൾ ഈശോയോട് ചേർത്ത് ഇങ്ങനെ വെക്കും. അങ്ങനെ അതിൻ്റെ അകത്ത് വെക്കും. അങ്ങനെ അത് കഴിഞ്ഞ് 14-ാം തീയതിക്ക് മുന്നേ അച്ഛൻ പറഞ്ഞു, 14 എന്ന് പറഞ്ഞൊരു നമ്പർ ഡേറ്റ് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ തീരുമാനിച്ചു, ഓക്കെ 14-ാം തീയതി ആയിരിക്കും എൻ്റെ റിസൾട്ട് വരുന്നുണ്ടാവാം. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ 13-ാം തീയതി രാത്രി എൻ്റെ റിസൾട്ട് വന്നു. ഞാനും അമ്മയും തോറ്റ റിസൾട്ട് എന്തിനാണ് വെറുതെ തുറന്ന് നോക്കുന്നത്, അത് തുറന്ന് നോക്കണ്ട, അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു. തുറന്ന് നോക്കിയില്ല ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ച് തുറന്ന് നോക്കാതെ എങ്ങനെയാണ്, അന്നൊരു കാര്യം ചെയ്യാം, പ്രാർത്ഥനയ്ക്ക് ശേഷം തുറന്ന് നോക്കാമെന്ന് കരുതി ഞങ്ങൾ കുടുംബ പ്രാർത്ഥന എത്തിച്ചു. എന്നിട്ടും തുറക്കാൻ തോന്നുന്നില്ല. തോറ്റ റിസൾട്ട് എന്തിനാണ് വെറുതെ തുറന്ന് നോക്കുന്നത്, എന്തായാലും തോറ്റില്ലേ. അങ്ങനെ ഞാൻ ബൈബിൾ എടുത്തു. കാരണം എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, ഇത് ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഞാൻ ബൈബിൾ എടുത്തപ്പം നിന്റെ നാശത്തിന് വേണ്ടിയുള്ള നിന്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണെന്നുള്ള വചനം എനിക്ക് കിട്ടി. ഞാൻ തുറന്നപ്പോൾ ഞാൻ എൻ്റെ നമ്പർ എന്നെയാണോ എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വരെ എടുത്ത് നോക്കും. കാരണം എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഞാൻ 151 നിയോഗത്തിൽ വെച്ചത്, എനിക്ക് 156 ദൈവം തന്നു. ഞാൻ ഈശോയെ നോക്കും, അമ്മയെ നോക്കും. അമ്മ എന്നോട് പറഞ്ഞു, പറ്റിക്കല്ലേ, ഇത് പറ്റിക്കുകയല്ലേ നീ എന്നോട് എന്ന് ചോദിക്കും. ഞങ്ങൾ ഓടിപ്പോയി ഈശോയോട് നന്ദി പറഞ്ഞു. പക്ഷെ അപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല എത്രത്തോളം വലുതാണ് ഈ വിജയം, എനിക്ക് ദൈവത്തിൻ്റെ വലത് കൈയാൽ കിട്ടിയതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അന്നൊന്നും സംസാരിച്ചില്ല. പിറ്റേ ദിവസം സംസാരിച്ചപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആൾക്കാരിൽ നിന്ന് കുറച്ച് പേര് മാത്രമേ പാസ്സായിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ ദൈവം എവിടെ നിന്നാണ് എന്നെ ഉയർത്തിയെന്ന്. എനിക്ക് ഒരിക്കലും ഇത് സാധ്യമല്ലായിരുന്നു. ഒരിക്കലും സാധ്യമല്ലായിരുന്നു. എന്നെ ദൈവത്തിൻ്റെ വലത് കൈയാൽ എന്നെ ഉയർത്തിയതാണ്. എനിക്ക് ഡോക്ടർ ആവാനുള്ള ഒരു മെറിറ്റും ഇല്ല, എന്നെ ദൈവം ഉയർത്തിയതാ. പിന്നെ പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ഞാൻ ചൈനയിലേക്ക് ഇംഗ്ലീഷ് പത്രം കൊണ്ടുപോയി അവിടുത്തെ പള്ളിയിൽ കൊടുത്തിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ ഷെയർ ചെയ്തിരുന്നു. അവരിൽ കുറച്ച് പേര് വന്ന് ഉടമ്പടി എടുത്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ പള്ളികളിൽ ഞാൻ കൊടുക്കാറില്ല. ഞാൻ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോവും. ഞാൻ പരീക്ഷയുടെ ഇടയിലായാലും എന്തായാലും പഠിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇത് ഞാൻ ചെയ്യും എന്നുള്ള രീതിയിൽ ഞാൻ പത്രം കൊണ്ട് ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ കൊണ്ടു കൊടുക്കും. ഞാൻ ഇത്ര തന്നെ സമയമെടുത്ത് ഓരോ ഓട്ടോ ചേട്ടൻ്റെ അടുത്തും ഞാൻ എൻ്റെ ഇത് ഡീറ്റെയിൽ ബൈ ഡീറ്റെയിൽ ഇതിൽ കൂടിയാലേ ഉള്ളൂ. എന്നിട്ട് ഓരോ ഓട്ടോ ചേട്ടൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറയും. കടയിൽ ഞാൻ കൊടുക്കാറില്ല. കടയിൽ ചിലപ്പം ഇങ്ങനെ കേട്ടിട്ടുണ്ട് അവർ പൊതിഞ്ഞ് കൊടുക്കുന്നു, അതുകൊണ്ട് ഞാൻ കൊടുക്കാറില്ല.